എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രാമായണ മാസത്തിൻ്റെ പുണ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുസ്വാഗതം. ഇന്ന് നമുക്ക് ശ്രീരാമാദികളുടെ മക്കളുടെ പേരെന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നോക്കാം. ശ്രീരാമദേവൻ്റെയും ഭാര്യ സീതാദേവിയുടെയും മക്കൾ രണ്ടുപേരാണ് ലവൻ, കുശൻ എന്നാണ് അവരുടെ പേര്. ഒരൈതിഹ്യമുണ്ട്. എന്നും സീതാദേവി വാൽമീകി ആശ്രമത്തിൽ വെച്ച് കുളിക്കാൻ പോകുമ്പോൾ മഹർഷിയാണ് സീതാദേവിയുടെ കുഞ്ഞിനെ നോക്കാറ്. ഒരു ദിവസം ദേവി കുളിക്കാൻ പോയപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോയി. അപ്പോൾ മഹർഷി വീട്ടിൽ മുഴുവൻ, ആശ്രമത്തിൽ മുഴുവൻ നോക്കിയപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല. വേഗം വിഷമിച്ച മഹർഷി എന്ത് ചെയ്തു എന്നോ, ഒരു ദർഭപ്പുല്ലെടുത്ത്, അതായത് കുശപ്പുല്ല് എടുത്ത് മന്ത്രം ചൊല്ലി ഒരു സീതാദേവിയുടെ മകനെ പോലെ തന്നെയുള്ള ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു. ദേവി കുളി കഴിഞ്ഞു വന്നപ്പോൾ ഉണ്ട് കുഞ്ഞിനെയും കൊണ്ടുവരണു. ഇതുകൊണ്ട് മഹർഷിക്ക് പെട്ടെന്നൊരു പരിഭ്രമമായി. എങ്കിലും സീതാദേവിയോട് കാര്യം പറഞ്ഞു. കുഞ്ഞിനെ കാണാഞ്ഞിട്ട് അതേപോലെ മകനെ സൃഷ്ടിച്ചതാണ് മന്ത്രം ചൊല്ലിയെന്ന് പറഞ്ഞു. ഇതെന്താവട്ടെ, ഐതിഹ്യം അങ്ങനെയാണ്. അപ്പോൾ ലവൻ, കുശൻ സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും മകൻ്റെ പേര്, മക്കളുടെ. ഇനി ഭരതൻ്റെ ഭാര്യ മാണ്ഡവിയാണെന്നറിയാമല്ലോ. അവരുടെ മക്കളാണ് തക്ഷകൻ, പുഷ്കലൻ. ഭരതൻ്റെ മക്കൾ തക്ഷകനും പുഷ്കലനും. ഇനി ലക്ഷ്മണൻ ഭാര്യ ഊർമിളാദേവി. അവരുടെ മക്കള് ചന്ദ്രകേതു, അംഗദൻ. ലക്ഷ്മണൻ്റെ മക്കളുടെ പേരാണ് അംഗദനും ചന്ദ്രകേതു. ഇനി ശത്രുഘ്നൻ്റെ ഭാര്യ ശ്രുതകീർത്തിയാണല്ലോ. ശത്രുഘ്നൻ്റെ മക്കളുടെ പേര് സുബാഹു, ശത്രുഗതി. ശത്രുഘ്നൻ്റെ മക്കള് സുബാഹു, ശത്രുഗതി. അപ്പോൾ ഇതാണ് 4 പേരുടെയും മക്കളുടെ പേരുകൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഹരി ഓം.